Hello everyone, welcome to this new activity. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് Sunclock എന്നുള്ള ആപ്ലിക്കേഷൻ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് വരാൻ പോകുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുമായിരിക്കും ചിലവർക്ക് Sunclock. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ്സിൽ വന്നത് Sunclock പഠിപ്പിക്കുക എന്നാണ്. എന്നാൽ ഇനി Sunclockനെ പറ്റി പേടിക്കേണ്ട, എല്ലാ കാര്യവും ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ആൻഡ് അതിൻ്റെ കൂടെ ഒരു ചീറ്റ് കോഡും കൂടി പറഞ്ഞുതരാം. അപ്പം ഞാൻ വിചാരിച്ചു Sunclock ഭയങ്കര പണിയാണല്ലോ, ശരിയാ, കുറേ ബട്ടൺ ഉണ്ട്, പേരുകളുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നാൽ അതിനുള്ള ചീറ്റ് കോഡും കൂടി ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ്, പക്ഷെ അതാണ് ചീറ്റ് കോഡ്. ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡല്ല, പക്ഷേ അതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാപ്പ് റീഡിങ് അല്ലെങ്കിൽ ഭൂപട വായന എന്ന് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പറയണം, ഞാൻ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യില്ല, ആവശ്യമുള്ള കാര്യം വേഗം പറഞ്ഞുതരും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി 1ലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ചീറ്റ് കോഡ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഇവിടെ സൈഡിൽ കാണാം SLABGNYT എന്നൊക്കെ ഓരോ എഫ്, പിന്നെ ഇതാണ് മെനു ബാർ. ആ മെനു ബാറും ഇയാളും ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല സാർ എനിക്ക് എസ് പഠിക്കാം, മലയാളം മീഡിയംകാർക്കാണെങ്കിൽ ഇതുണ്ടാവും. ഓക്കെ, ഇനി എസ് പഠിക്കാൻ അറിയില്ല, എന്താ അറിയില്ല, എല്ലാം ടഫാണ്, കുറേ പേരുകളുണ്ട് അല്ലേ. പേടിക്കേണ്ട മക്കളെ, നിങ്ങൾ ഈ മൗസ് കൊണ്ട് ഈ ലെറ്ററിന് മേലെ കൊണ്ട് ഇങ്ങനെ ഉരച്ചുകൊണ്ടായാൽ അതിങ്ങനെ കാണിക്കുക എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ തന്നെ പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ നിങ്ങൾ കുറച്ച് തിയറിക്ക് വേണ്ടി പഠിക്കേണ്ട, എന്താ സോളാർ ഡേ എന്താ, ലീഗൽ ഡേ എന്താ, അങ്ങനത്തെ എന്താ വ്യത്യാസം, ഏത് ബട്ടൺ ഞെക്കിയാൽ എന്തൊക്കെയാണെന്ന് ആ തിയറിയുടെ സമയത്ത് ആവശ്യം വരും. പക്ഷെ നിങ്ങൾ ഇത് 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ ധാരാളമാണ്. നിങ്ങൾ ഇതിലില്ലാത്ത ഏറ്റവും താഴത്തെ ഓപ്ഷൻ കണ്ടല്ലോ, ക്ലിക്ക് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ, അതാണ് ആദ്യം തന്നെ വേണ്ടത്. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക്. പിന്നെ ബാക്കിയുള്ള നമുക്ക് ഓരോ ആക്ടിവിറ്റിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ കൂടുതൽ ആക്ടിവിറ്റീസ് വേണം, അല്ലെങ്കിൽ കൂടുതൽ തിയറി ഏതൊക്കെ വേണം, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് അറിയിക്കുക, അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു ഉപകാരം ചെയ്യാം മക്കളെ, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ലൈക്കും ചെയ്യുക. ഇത് ഫ്രീ ആണല്ലോ, അപ്പോൾ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രീ, അപ്പോൾ മാക്സിമം ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് മലയാളം മീഡിയത്തിൻ്റെ ഇതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, എന്നാൽ നിങ്ങൾക്ക് എല്ലാം റെഫർ ചെയ്യാൻ. ടെക്സ്റ്റ് ബുക്കിലെ കാര്യം തന്നെയാണ്, ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വളരെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യത്തേത് 6.1. അപ്പോൾ 6.1 പറയുന്ന ടൈം സോൺ. ഓക്കെ, ടൈം സോൺ. ഓക്കെ, സമയരേഖകൾ. നമ്മൾ ജോഗ്രഫിയിൽ സീസൺസ് ആൻഡ് ടൈം അതിൽ പഠിച്ചിട്ടുള്ള സെയിം സാധനം തന്നെ വേഗം ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഓപ്പൺ സൺക്ലോക്ക് ഡിസ്പ്ലേ ദ മാപ്പ് ഷോയിങ് സൺ സോൺസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ എവിടെയാ, ആപ്ലിക്കേഷൻസിൽ വരിക. ഇനി കുറേ തപ്പും സാർ, ഗ്രാഫിക്സ് ഒന്നും കാണുന്നില്ലല്ലോ, അവിടെ ഇങ്സ്കേപ്പ് ആണ്, എവിടെയാണ് വരേണ്ടത്, എഡ്യൂക്കേഷനിൽ വരിക. സൺക്ലോക്ക് താഴെ കിട്ടും. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ വരിക, താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്നുകൊണ്ട് എസ് എത്തുമ്പം നിങ്ങൾക്ക് സൺക്ലോക്ക് കിട്ടും. അപ്പോൾ വേഗം സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സമയം കളയരുത്. ഇനി എന്താ, മാക്സിമം ഫുൾ സ്ക്രീൻ ആക്കാം. ചിലപ്പോൾ ലോഡിങ് ടൈം ഒക്കെ ഉണ്ടാവും, എനിക്ക് പൊതുവേ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇത് ഉബുണ്ടു ലിനക്സ് ഇതിലൊക്കെ ഇങ്ങനെ റൺ ചെയ്യുന്നതുകൊണ്ടിരിക്കും, കുഴപ്പമില്ല, നമുക്ക് വേഗം തന്നെ ചെയ്യാം. സൺക്ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താ, ക്ലിക്ക് എന്താണ് നമ്മുടെ ക്ലോക്ക് ആൻഡ് മാപ്പ് ടൂൾ. ഓക്കെ, ഞാൻ അത് ഫുൾ സ്ക്രീൻ ആക്കി തരാം. ഇനി മെനു ബാർ കാണുന്നില്ല സാർ, മെനു ബാറിലൊന്നും ചെയ്യാൻ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ മെനു ബാർ വന്നു. ഇനി ആദ്യം തന്നെ വേണ്ട എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഞാൻ കീബോർഡിൽ നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളൊരു പ്രൊഫഷനാണ് കീബോർഡ് ഉപയോഗിച്ചത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടോ, ഞാൻ നെക്കി, ഇവിടെ നെക്കി. ഇപ്പോൾ തന്നെ ഈ മാപ്പ് ഇങ്ങോട്ടേക്ക് വന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നെക്കിയാൽ മതി, അപ്പോൾ വന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ക്ലിക്ക് ആൻഡ് മാപ്പ് ടൂൾ ആൻഡ് മാപ്പ് ഷോയിങ് ടൈം സോൺ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ടൈം സോൺ ആണ്. ഒരു ടൈം സോൺ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒക്കെയാണ്, നമ്മൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്, സിമ്പിൾസ് ആണ്. ഓക്കെ, ഇനി വേണ്ടത് ക്ലിക്ക് കണ്ടിന്യൂസ്ലി ഓൺ ദ ടോഗിൾ നൈറ്റ് ടൂൾ. ഓക്കെ, ടോഗിൾ നൈറ്റ് ടൂൾ എന്നെ നെക്കിക്കൊണ്ടിരുന്നാൽ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഇങ്ങനെ ഫീഡ് ഔട്ട്. അപ്പോൾ എന്നോട് ഇപ്പോൾ എനിക്ക് കാണുന്നില്ല, എന്നെ കിട്ടുക, എന്നെ ഞാൻ നെക്കി ഇത് ഇപ്പം എന്താണ് ഇൻറ്റൻസിറ്റി കാണിക്കുക. അവിടെ വൈകുന്നേരമായി, ഉച്ചയായി, വെയിൽ കൂടുതൽ, അങ്ങനെ കാണിച്ച് 2-3 പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ പോയി, മൊത്തം പോയി. ഇപ്പോൾ നൈറ്റും ഡേ ഒന്നുമില്ല, സെക്കൻഡ് കഴിഞ്ഞു. മലയാളം മീഡിയംകാർ ഇൻസ്ട്രക്ഷൻ മലയാളത്തിൽ വായിക്കണേ, അപ്പോൾ അതിനാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചത്. ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് കിട്ടും, ഇത് ഞാൻ കാണിക്കും. ഇനി അടുത്ത് എന്താണ് വേണ്ടത്, ക്ലിക്ക് ഓൺ ദ 30, 60, 90 ഡിഗ്രി മെറീഡിയൻ. ഓക്കെ, ആദ്യം മെറീഡിയൻ ടൂൾ വെക്കണം. അപ്പോൾ M നെക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് എന്താ ഡിഗ്രി ഒന്നും കാണുന്നില്ല അല്ലേ, നമ്മുടെ മെനു ബാറോട് പോയി മെനു ബാർ വയ്ക്കാൻ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോകില്ല, ഞാനിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്താണ് മെറീഡിയൻ വേണം, മെറീഡിയൻ M. അപ്പോൾ താഴെ ഡിഗ്രി ഒന്നും കാണിക്കുന്നില്ലല്ലോ, ഇപ്പോൾ ഡിഗ്രി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, M നെക്കണം. ഞാൻ M നെക്കണം, അല്ലേ ഇവിടെ എനിക്കിവിടെ M കാണാൻ പറ്റുന്നുണ്ട്. ആൻസറ് കണ്ണിച്ചിരി മോശമാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യം നെക്കിയാൽ M to longitudes and 0 ഡിഗ്രി ഉണ്ട്. അപ്പോൾ സോളാർ ടൈമിൽ അപ്പിയർ കേട്ടോ, താഴെ സോളാർ ടൈം വരുന്നുണ്ടോ, സോളാർ ടൈം വരുന്നുണ്ട്, താഴെ നിങ്ങൾ കാണാം സോളാർ ടൈം വരുന്നുണ്ട്. ഇനി എന്താണ് പറയുന്നത്, 30, 60, 90. അപ്പോൾ നിങ്ങൾ 30 ഡിഗ്രി അവിടെ നിൽക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ ടൈം കിട്ടും. അതേപോലെ 60 ഡിഗ്രി നിൽക്കിയാൽ 60 ഡിഗ്രി ടൈം മാറുന്നുണ്ടോ, ആൻഡ് 90 ഡിഗ്രി ഒക്കെ. അതേപോലെ എന്താണ്, അത് ഈസ്റ്റിലേക്ക്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ, നിങ്ങളിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നടുക്ക് വരുന്ന ഞാൻ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് തരാം. ഇതാണ്
ഗ്രെനിച്ച്. ഓക്കെ, നമ്മൾ ഇവിടെയാണ് GMT സോൺ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് റൈറ്റിലേക്ക് ഞാൻ കൈ കാണിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ തിരിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ്, ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് ഈസ്റ്റ് ആണ്, വലത്തേക്ക് ഈസ്റ്റ് ആണ്, ഇടത്തോട്ട് അമേരിക്ക ആഫ്രിക്ക ഭാഗത്തേക്ക് ലെഫ്റ്റിലേക്ക് വെസ്റ്റ് ആണ്. റൈറ്റിലേക്ക് ഈസ്റ്റ്, എൻ്റെ കൈ നോക്കരുത്, വീഡിയോ മാത്രം നോക്കുക. ഓക്കെ, ക്യാമറ ഇത് നോക്കുക. എന്താണ് നടുക്കുന്ന റൈറ്റിലേക്ക് ഈസ്റ്റ്, ലെഫ്റ്റിലേക്ക് വെസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമയത്തിന് മുൻപോട്ടാണ്, നമ്മൾ 5.5 മണിക്കൂർ മുൻപോട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ബാക്കിയുള്ള സമയങ്ങൾ പുറകിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതും ചെയ്തു. ഇനി എന്താണ്, അടുത്തൊരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ആ ടേബിൾ ഇതുകൊണ്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതാ ഈ ടേബിളിൽ ആ ഡേറ്റും ടൈമൊക്കെ ഫില്ല് ചെയ്യുക. ഡേറ്റും ടൈമും നോക്കി ഫില്ല് ചെയ്യണം. താഴത്തെ ആ ഡിഗ്രി നെക്കിയിട്ട്. ഓക്കെ, 120, 150, 180 ഒക്കെ ആകുമ്പോൾ ഒരു ദിവസം തന്നെ കഴിയും. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഓക്കെ, നിങ്ങൾ സ്കൂളിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ആക്ടിവിറ്റി പറയുന്നത് എന്താണ്, ഞാൻ ഇവിടെയും കൂടി എടുത്തു നോക്കട്ടെ, സാറിന് വായിക്കാൻ പറ്റില്ല. നൈറ്റ് ആൻഡ് ഡേ ഓപ്പൺ ദ സൺ ക്ലോക്ക്, ഡിസ്പ്ലേ ദ ഇതാ നമുക്ക് എന്താണ് ട്രോപ്പിക്കൽ ടൂൾ വേണം. നമുക്ക് ഈ പ്രാവശ്യം ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ ടോപ്പിക്, അപ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് വേണം. ഓക്കെ, ഡിസ്പ്ലേ ദ മെയിൻ ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ മലയാളംകാർ അത് വായിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് പിന്നെയും വായിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വന്നു, എൻ്റെ മെനു ബാർ. ഓക്കെ, അപ്പോൾ T നെക്കിയാൽ എനിക്കിത് കിട്ടും. ഇതാ ലോഞ്ചിറ്റ്യൂഡ്സ് കിട്ടി. ഓക്കെ, ഇങ്ങനെ ലാറ്റിറ്റ്യൂഡ്സ് ആണെന്ന് ഉദ്ദേശിച്ചത്. എല്ലാ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ കിട്ടിക്കോളും. ഇത് കിട്ടി. ഇനി എന്താണ് വേണ്ടത്, അഡ്ജസ്റ്റ് ദ സൺ ക്ലോക്ക് ടു 21 മാർച്ച്, 21 മാർച്ചിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ആദ്യം തന്നെ വേണ്ട അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ. നിങ്ങൾ ഈ നടുക്ക് കാണുന്ന ടൂൾസ് ഉണ്ടോ, G, A, B, ഇവരൊക്കെയാണ് വേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ പ്രോഗ്രഷൻ വാല്യൂ 1 മിനിറ്റിലേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് എന്താണ്, നമ്മളത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പം ഇന്നത്തെ ഡേറ്റ് എത്ര, ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്ത് തരുന്നത് 2 ഫെബ്രുവരി. അപ്പോൾ നമുക്ക് മാർച്ചിലേക്ക് ആക്കുമ്പോൾ നമുക്ക് മാർച്ച് 21, ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ വേണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ 1 മിനിറ്റ് മാറ്റുന്നു. അപ്പോൾ G ഒരു പ്രാവശ്യം നോക്കിയാൽ 1 ഹവറായി, 1 ഡേ ആയി, 7 ഡേയ്സ് ആയി, 1 മന്ത് ആയി, 30 ഡേയ്സ് ആയി. ഇനി എയും ബി വെച്ച് മുമ്പോട്ടും ബാക്കിലേക്കും പോവാം. അപ്പോൾ B കണ്ടോ ബാക്ക്വേർഡാണെന്ന് കാണിക്കുന്നു, A എന്ന് പറയുമ്പോൾ ഫോർവേഡാണ്. അപ്പോൾ ഞാൻ ഒരു മാസം മുമ്പിലേക്ക് പോകുമ്പോൾ എന്താ, മാർച്ച് 4. ഓക്കെ, കാരണം എന്താണ് മാർച്ച് 2 ആവാത്തത്, കാരണം ഫെബ്രുവരി 28 ദിവസമുള്ള ഈ വർഷം. അപ്പം അത് മറക്കല്ല, എക്സാം ഹോളിൽ പോയിട്ട് തെറ്റിക്കരുത്. ഓക്കെ, ഇനി പ്രോഗ്രഷൻ വാല്യൂ നമുക്ക് എന്താണ് തിരിച്ച് 1 മിനിറ്റ് അല്ല, 1 ഹവർ അല്ല, 1 ഡേ അല്ല, നമുക്ക് 7 ഡേയ്സ് ആക്കാം അല്ലേ, 7 ഡേയ്സ് ആക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ മുമ്പോട്ടാകും. ഓക്കെ, പ്ലസ് 7 ഡേയ്സ്, ഇപ്പോൾ എത്രയായി, 11th ആയി, 18 ആയി. ഇനി ഞാൻ പ്രോഗ്രഷൻ വാല്യൂ 1 ഡേ ആക്കണം. 1 ഡേ ഞാൻ നിൽക്കുക, കൂടിപ്പോയി, 1 ഡേ. ഓക്കെ, ഇനി എന്താണ്, ഞാൻ ടക്ക് 20, 21. ഓക്കെ, ഇപ്പം 21 മാർച്ചായി. 21 മാർച്ച് എന്താണ് ഇവർക്ക് അറിയേണ്ടത്, 21 ആക്കിയിട്ട് പ്രോഗ്രഷൻ വാല്യൂ തിരിച്ച് ഇതാക്കണം. എന്താക്കണം, 1 മിനിറ്റ് ആക്കണം. അതൊരു പറ, അപ്പം നെക്കി 1 മിനിറ്റ് ആക്കി. ഓക്കെ, അതൊക്കെ ടെസ്റ്റ് കിട്ടും, അതൊക്കെ ഒരു ചെക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രഷൻ വാല്യൂ തിരിച്ച് 1ലേക്ക് ആക്കണം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, അടുത്ത വേണ്ടത് പ്രോഗ്രഷൻ വാല്യൂ ഇതാക്കി ഫോർവേഡ് ടൂൾ, ബാക്ക് ടൂൾ. ഇനി അവർ പറഞ്ഞു, എന്താണ് പറഞ്ഞിരിക്കുന്നത്, സെറ്റ് ചെന്നൈ ഇൻ ദ മാപ്പ്, സെലക്ട് ചെന്നൈ എന്ന് പറഞ്ഞാൽ മദ്രാസ് സെലക്ട് ചെയ്യണം. നമുക്കറിയാം ഇന്ത്യയിൽ ഏകദേശം താഴെ വരുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ താഴെ കാണാം മദ്രാസ് നൈറ്റ്, ടൈമും ഡേറ്റും ഒക്കെ മദ്രാസിൻ്റെ ആയി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട്, ഇതാ എർബൻ ഇത് തന്നെ വന്നു. ഓക്കെ, നിങ്ങൾ മെനു ബാർ എടുക്കുക. ഓക്കെ, മെനു ബാറിൽ യു ഉണ്ട്, യു നോക്കിയാൽ എർബൻ സെലക്ടർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത ടൈമും സ്ഥലത്തിനും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ അറിയാൻ പറ്റും. അതും കിട്ടും. നമുക്ക് ആവശ്യമില്ല, തിയറിയിൽ ചിലപ്പോൾ ആവശ്യം വരും. അപ്പം നമുക്കിപ്പോൾ മദ്രാസിൻ്റെ ഡേറ്റും സോളാർ ടൈമും സംഭവങ്ങളൊക്കെ കിട്ടി, 21 മാർച്ചിൻ്റെ. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താണ് പറഞ്ഞത്, വെൻ ദ ലൈൻ അറ്റ് വിച്ച് ദ ഡേ സ്റ്റാർട്ട്സ് സ്റ്റോപ്പ് ദി ആനിമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആനിമേഷൻ തുടങ്ങണം. അതിലെന്താണ്, ഒരു സിംഗിൾ കോളൻ കീ, നമ്മുടെ എൻ്ററിൻ്റെ തൊട്ടിപ്പുറത്തും അപ്പോസ്ട്രോഫിന് ഇപ്പുറത്തും എല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു കീ ഉണ്ടാവും. അതിനൊക്കെയാൽ ആനിമേഷൻ തുടങ്ങും. പക്ഷേ പ്രശ്നം എന്താണ്, നമ്മൾ ഇതൊന്നുകൂടി ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തില്ല. നമ്മൾ നേരത്തെ എന്താണ് എല്ലാം ഡേയും നൈറ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഡേ നൈറ്റ് ഹൈഡ് ചെയ്തത് എന്നെ നിൽക്കിയാൽ മതി. ഓക്കെ, ആനിമേഷൻ നിർത്തി. പക്ഷേ ഇപ്പം എന്താണ് ഇവർ പറഞ്ഞത്, അറ്റ് ദ ഡേ സ്റ്റാർട്ട്സ്, ദിവസം എപ്പോഴാണ് തുടങ്ങുക മക്കളെ, നിങ്ങൾ കാണുന്നുണ്ട് നടുക്കിൽ ഇങ്ങനെ ഒരു ദിവസം പോകുന്നുണ്ട് അല്ലേ, ഇത് വെളിച്ചം പോകുന്നുണ്ട്. വെളിച്ചമാണ് ഡേ, മറ്റേതാണ് ഇരുട്ടാണ് നൈറ്റ്. അപ്പോൾ ദിവസം തുടങ്ങണമെങ്കിൽ എന്താണ്, ആ വെളിച്ചം ഇപ്പം ഏറ്റവും അപ്പുറത്തുള്ള സ്ഥലം അത് ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം ദിവസം എൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാത്രി ചെന്നൈയിൽ ഞാൻ സ്പീഡ് കൂട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതൽ കാണുമായിരിക്കും. എനിക്ക് വേണം പ്രോഗ്രഷൻ വാല്യൂ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നു. ഓക്കെ, ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാലും അടുത്ത ദിവസമായി, അത് വേറെ കാര്യം. മാർച്ച് 22 നമ്മൾ എക്സാം മാർച്ച് 25 ചോദിച്ചാൽ 21. ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിനൊക്കെ പോസ് ആവും കേട്ടോ. മദ്രാസ് ജസ്റ്റ് മിസ്സേ, അത് കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിന് സാറിന് സമയം കളഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ എന്താ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ മെല്ലെ ചെയ്താൽ മതി. ഇനി എന്താണ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ടുള്ള വൈ നോട്ട് ചെയ്യുക, വൈ നിൽക്കുക. ഓക്കെ, അത് ലൈൻ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നോട്ട് ഡൗൺ ദ ടൈം ഷോൺ ദ ബോട്ടമിലുള്ള ടൈം നോട്ട് ചെയ്യുക. ഓക്കെ, സോളാർ ടൈമും സമയം നോക്കുക, എപ്പോഴാണ് സൺറൈസ് വരാറ്. ഞാൻ കുറച്ച് ലേറ്റ്, നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ ചെയ്യണം. ഓക്കെ, അതേപോലെ വൈ നിൽക്കുക, നമുക്ക് എന്താണ് വൈ നിൽക്കുക, സണ്ണും മൂണിൻ്റെയും പൊസിഷൻ അറിയാൻ പറ്റും. ഓക്കെ,
ഇനി നമ്മൾ വൈനൊക്കെ നമുക്ക് സണ്ണിൻ്റെയും പൊസിഷൻ, സണ്ണിൻ്റെ പൊസിഷൻ നിങ്ങൾ കാണാമല്ലോ, ആൻഡ് മൂണിൻ്റെ പൊസിഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അതും കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ടിവിറ്റി 6.2 മെയിൻ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് 6.2 നൈറ്റ് ആൻഡ് ഡേയിൽ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വായിച്ചോ, ഞാനും കൂടെ വായിക്കാം. എവിടെ പോയി? സിമിലർലി സ്റ്റോപ്പ് ദി ആനിമേഷൻ ആൻഡ് നോട്ട് ഡൗൺ ദ ടൈം വെൻ ദ നൈറ്റ് സ്റ്റാർട്ട്സ്. രാത്രി എത്തുമ്പോൾ ഡേ തുടങ്ങി കഴിഞ്ഞു, ഡേ അവസാനിക്കുമ്പോൾ ചെന്നൈ നിർത്തുക, എന്നിട്ട് ആ ടൈം നോട്ട് ചെയ്യുക. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈം ആയിട്ട് ഓക്കെ. കമ്പയർ ദ ടൈം യു ഹാവ് നോട്ടഡ് അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് മാർച്ച് 21 സൺറൈസും സൺസെറ്റും, ഞാൻ മാർച്ച് 22 എത്തി. അപ്പോൾ നിങ്ങൾ എന്താ പ്രോഗ്രഷൻ ബാക്ക് അടിച്ചിട്ട് മാർച്ച് 21 സൺറൈസും സൺസെറ്റും ചെയ്യാം. പിന്നെ ജൂണിൽ ഏതെങ്കിലും ദിവസം എടുക്കുക, ഡിസംബറിൽ ഒരു ദിവസം എടുക്കുക, ആ ദിവസത്തെ ലെങ്ത് ഓഫ് ഡേ. അപ്പോൾ എന്ത് ചെയ്യുക, സൺറൈസ് ടു സൺസെറ്റ് ഉള്ള സമയം നിങ്ങൾ നോക്കുക, 6 മണി ടു 7 മണിയാണ്, 13 മണിക്കൂർ, മിനിറ്റുകളും കൂട്ടുക. പൊസിഷൻ ഓഫ് സണ്ണ് നോട്ട് ചെയ്യാം, ഓക്കെ, സൺറൈസിന് സമയത്തൊക്കെ ഓക്കെ. അത്രയും ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടിയൊന്നും ഫില്ല് ചെയ്ത് കാണിച്ചില്ല. നമ്മുടെ മെനു ബാർ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ദിവസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രോഗ്രഷൻ വാല്യൂ മാറ്റിയ സ്പീഡ് കൂട്ടാം കേട്ടോ, സ്പീഡ് കൂട്ടാം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അത്ര ധൃതിയൊന്നുമില്ല. ഓക്കെ, ധൃതിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ രാവിലെ ചെന്നൈയിൽ നമ്മളെല്ലാവരും ചായ പിടിച്ച് നല്ല ദോശയും വടയും ഇഡ്ഡലിയും സാമ്പാർ കഴിച്ചു. സ്പീഡ് കൂടുന്നു, അയ്യോ നിർത്തരുത്. ഇപ്പം ഉച്ചയായി, ഉച്ചയായി. ഇനി രാത്രിയാകുമ്പോൾ വൈകുന്നേരമായി, സൺസെറ്റൊക്കെ ആവാൻ പോവാണ്. 3, 2, 1. ഇപ്പം പെട്ടെന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ സ്പീഡ് കൂടുക അവർ. പെർഫെക്റ്റ്. ഇനി ആ ടൈം നോട്ട് ചെയ്യുക. അപ്പോൾ സൺസെറ്റ്. ഇനി നിങ്ങൾ പ്രോഗ്രഷൻ വാല്യൂ മറ്റേ ജൂൺ ആക്കുക, നിങ്ങൾ ഡിസംബർ ആക്കുക, അത് നോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ 6.2 ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. പിന്നെന്താണ്, സെലക്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മെനു ബാറിൽ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്താൽ പേര് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, എക്സ്ക്ലമേഷൻ മാർക്ക് NGABN. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞെക്കി നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ എക്സാമിന് എപ്പോഴും പ്രിൻറ്റ് സ്ക്രീൻ ഒക്കെ ആയിട്ട് ഇവിടെ സേവ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ പ്രിൻറ്റ് സ്ക്രീൻ ഞെക്കി. അപ്പോൾ നമ്മുടെ ഹോമിലേക്ക് പോയി, ഹോമിലേക്ക് ഹോമിൽ വരുമ്പോൾ പിക്ചേഴ്സിലുണ്ടാവും ഈ ഫോട്ടോ. ഓക്കെ, നിങ്ങൾ ഈ കാണിക്കുന്ന ഫോട്ടോ ഹോമിലുണ്ടാവും. പക്ഷെ അതുപോലെ നമ്മളെന്താണ്, എക്സാമിന് ഇവാലുവേറ്റർ നോക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹോമിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, exam 10. ഓക്കെ, exam 10 പേസ്റ്റ് ചെയ്യണം. അതുപോലാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ റോൾ നമ്പർ റീനെയിം നിൽക്കുകയും നിങ്ങളുടെ 6557 എന്തായാലും നിങ്ങളുടെ റോൾ നമ്പർ _ രജിസ്ട്രേഷൻ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിക്കോട്ടെ, അത് സേവ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ PRTSCR എന്ന് പറഞ്ഞിട്ട് PRTSC എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ ബട്ടൺ ഉണ്ടാവും ഈ ആരോ കീൻ്റെ ഒക്കെ മേലെ. അതില്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ ഫ്രണ്ടിൻ്റെ കീബോർഡിൽ പോയി നിൽക്കിയിട്ട് കാര്യമില്ല, അത് അവൻ്റെ സ്ക്രീൻഷോട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് നിൽക്കുക, അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് സേവ് ആയിക്കോളും. ഇനി സൺബ്ലോക്കിൻ്റെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഏത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ എക്സാം ആൻഡ് ഫൈനൽ എക്സാം മക്കളെ. ആയിട്ട് നമുക്ക് തകർക്കാം. ആൻഡ് ഈ പ്രാവശ്യം എല്ലാ സബ്ജക്ട്സിനും ഫുൾ A+ മേടിക്കാം.